കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രേണുസുതി എന്ന വൈറൽ താരത്തെക്കുറിച്ച്. രേണുസുതി നമുക്കറിയാം, നമ്മുടെ കൊല്ലം സുതി, കോമഡി ആർട്ടിസ്റ്റായ കൊല്ലം സുതിയുടെ വൈഫായിട്ടുള്ള രേണുസുതി. സുതിയുടെ മരണത്തിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും താരമാകുന്നതും പിന്നീട് സൂപ്പർ താരമായി വിളങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. വളരെ നല്ല കാര്യം, വളരെ സന്തോഷം വരുന്ന കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള ഈ രേണുസുതി, സുധിയുടെ മരണശേഷമാണ് ഈ രേണുസുതി മുമ്പോട്ട് വരുന്നതും എന്താ പറയുന്നത്, ഈ മറ്റുള്ള കുറേ സന്നദ്ധ സംഘടനകൾ, അതുപോലെയുള്ള ഇവർക്ക് സ്ഥലം, വീട് എന്നുള്ള സഹായങ്ങൾ, അവർക്ക് അർഹതപ്പെട്ട ഉള്ള സഹായം തന്നെയാണ്. അവർക്ക് ആണ് അർഹത അല്ലേ. നമുക്കറിയാം, കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ആ ഒരു വീട്ടിൽ വരുമാനം ഉണ്ടാക്കാനായിട്ടാണ്, ആ കുടുംബത്തിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അച്ഛനും അമ്മയ്ക്ക്, സുധിയുടെ അച്ഛനെയും അമ്മ, അതുപോലെ മൂത്ത മോനുണ്ട്, ഇളയ മോനുണ്ട്, അങ്ങനെ 2 മക്കളെ നോക്കണം, അവരുടെ വിദ്യാഭ്യാസം നോക്കണം. അതിൻ്റെ കുടുംബത്തിൽ വേറെ ഒരുപാട് വരുമാനങ്ങളില്ല. സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ അത്രയും അനിവാര്യമാണ്. അവർക്ക് അർഹതപ്പെട്ട ഒരു സഹായം തന്നെയാണ് കൊടുത്ത ആൾക്കാർ എല്ലാവരും. അവർക്ക് അർഹതപ്പെട്ടതായതുകൊണ്ടാണ് അവർ സ്വീകരിച്ചതും, അതുപോലെ തന്നെ അവർക്ക് അർഹതപ്പെട്ടതായതുകൊണ്ടാണ് എല്ലാവരും സഹായിക്കാനായിട്ട് മുൻപോട്ട് വന്നിരിക്കുന്നതും. എല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. രേണുസുധിയുടെ കുറച്ച് വിമർശനാത്മകമായിട്ടുള്ള കുറേ റീൽസ്, കുറേ ആക്ടിങ്, അതുപോലെ ഷോർട്ട് വീഡിയോയിൽ അഭിനയിക്കുക, ചെറിയ സിനിമകളിൽ അഭിനയിക്കുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഗൾഫ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക, ബിഗ് ബോസിൽ പോയി തങ്ങൾക്കറിയാവുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്ന വളരെ കോൺഫിഡൻസോടുകൂടിയുള്ള പെർഫോമൻസ് നടത്തി മുമ്പോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിമർശിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്ന പോലെയല്ല. അതായത് ഒരു കുടുംബത്തിന് അത്താണിയായ അവരൊരു വിധവയായ സ്ത്രീയാണ്, അവരൊരു 2 കുട്ടികളുടെ അമ്മയാണ്, അതിലപ്പുറം കുടുംബത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ, ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു ജോലി തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലേ. നമുക്കറിയാം, അഭിനയിക്കണമെങ്കിൽ വളരെ ഒരു കോൺഫിഡൻസോടെ അഭിനയിച്ച് അത് വിജയത്തിലെത്തണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു കഴിവുള്ള ഒരാൾക്ക് മാത്രമേ. അതിൽ രേണുസുതി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ രേണുസുതി വളരെയധികം മുമ്പോട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു ഇതൊന്നും അല്ല അല്ലേ. വർഷങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സുധി ഉള്ളപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ വന്ന് നിന്ന ആ ഒരു രേണുവിനെ അല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറിച്ച് വളരെയധികം ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രേണുസുധിക്ക് ഈ സമൂഹത്തിന് നൽകാൻ കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് രേണുസുധിക്ക് ഈ സമൂഹത്തിന് നൽകാൻ കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് വ്യത്യസ്തമായ രീതിയിൽ കൂടി തൻ്റേതായ ഒരു മികവ് പുലർത്തിയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ് രേണുസുധി. വളരെ നല്ല കാര്യം. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ ഒരു എന്താ പറയുക, കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം, ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞു ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോൾ ഇളയ കുട്ടിയെ നോക്കാൻ എന്താ പറയുന്നത്, സഹോദരങ്ങളെ അമ്മയോ അച്ഛനെയൊക്കെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അതൊക്കെ കുടുംബത്തോടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു ഉത്തരവാദിത്തം, ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് നമ്മൾ രേണുസുധിയിൽ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു രേണുസുധിയെ അതായത് ഒറ്റപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും അവിടെയൊന്നും തളരാതെയാണ് രേണുസുധി മുമ്പോട്ട് വന്നിരിക്കുന്നത്. നല്ല ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ രേണുസുധിക്ക് എന്താ പറയുക തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ. രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ രേണുസുധിയുടെ പെർഫോമൻസിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു താരം എന്നുള്ള തരത്തിലുള്ള ഓരോ കാൽവയ്പും, വളരെ ഓരോ സ്റ്റെപ്പും കയറി വരുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രേണുസുധിയുടെ ഓരോ എന്താ പറയുന്നത് പരിപാടികളും നമ്മുടെ സമൂഹത്തിന് വളരെ ഒരു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാര്യം രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമുക്ക് കണ്ടു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്ന ആ ഓരോ നിമിഷങ്ങളിലും വളരെയധികം അഭിമാനത്തോടുകൂടി തന്നെ രേണുസുധി മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിലുള്ള ഓരോ പെർഫോമൻസും വളരെയധികം ഇനി മുൻപോട്ടുള്ള നാളുകളിലും എന്താ പറയുന്നത് തളർന്നു പോകാതെ അല്ലേ, ഒറ്റയ്ക്ക് കവർ ചെയ്ത് വന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് കവർ ചെയ്ത് എത്രയോ പേര്, ഭർത്താവ് മരിച്ചിട്ട് എത്രയോ പേര് വിഷമിച്ച്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരുപാട് തകർന്ന നിലയിൽ ആയിപ്പോയിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്, വളരെ ഒരു എന്താ പറയുക, വളരെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച്, വളരെ ആ ആറ്റിറ്റ്യൂഡ് തന്നെ അല്ലേ, എന്താണ് മറ്റുള്ളവരോട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കോമൺ
കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒറിജിനലായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഒരു സംഭാഷണങ്ങൾ തന്നെയാണ് രേണുസുതി കൊടുക്കേണ്ട. ഓരോ മറുപടിയും കൊടുക്കേണ്ട ആൾക്കാർക്ക് യഥാസമയം തന്നെ മറുപടി കൊടുത്തുകൊണ്ടും, അല്ലെങ്കിൽ തങ്ങൾക്ക് ചെയ്യേണ്ട സമയത്ത് തങ്ങൾക്ക് ചെയ്യാനാവുന്നത് കുടുംബത്തിലേക്ക് ചെയ്യുകയും, അതുപോലെ തന്നെ തങ്ങളുടെ സുഹൃത്തുക്കളെ തങ്ങൾക്ക് നേരിട്ട് രേണുസുതിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും, അല്ലെങ്കിൽ രേണുസുതിക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം അതേ രീതിയിൽ തന്നെ ഫ്രണ്ട്സായിട്ട് കാണുവാനും, അതുപോലെ വിമർശിക്കേണ്ട ആൾക്കാർക്ക് മറുപടി കൊടുക്കുവാനും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് കാണുന്ന ഒരു ആക്ടർ തന്നെയാണ് രേണുസുതി. ഇപ്പം ആ രേണുസുതിക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരും. ഓക്കെ, താങ്ക് യു.